ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു തണുപ്പത്ത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ചിക്കു ഷേക്കാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇത് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇവിടെ എല്ലാ സീസണിലും എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കിട്ടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ സപ്പോട്ടയൊക്കെ കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഒരു ഷേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു 4 സപ്പോട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള, നല്ല പഴുത്ത, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സപ്പോട്ടയാണ് ഇത്. അതിൻ്റെ തൊലി കളഞ്ഞ് ഞാനിത് അതിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പ് മാത്രം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സപ്പോട്ട വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കൂടുതൽ എടുക്കാം. അതുപോലെ തന്നെ ഞാനിതാ ഒരു 1/2 ലിറ്റർ പാല് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേക്ക് അടിക്കാനായിട്ട് തുടങ്ങാം. ഇതാ ഞാൻ ആ ഒരു സപ്പോട്ട ഈ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ പാലാണ് കേട്ടോ, കുറച്ച് തണുത്ത നോർമൽ പാല് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കട്ടപ്പാൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോട്ട നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് കുറച്ച് നോർമൽ തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം ഈ സപ്പോട്ടയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്. പിന്നെ ഡയറ്റിങ്ങും മധുരം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു മധുരം മാത്രം മതി, അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ആ പാലിൽ ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കട്ടപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പോൾ ഇത് ഞാൻ ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഷേക്ക് അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബൂസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഞാനിത് ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പീസ് ചിക്കു ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷേക്ക് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ പിസ്ത ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തണുപ്പിൽ ഈ ഷേക്ക് എന്തായാലും കുടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇത് കുറേ നേരം പുറത്ത് വെച്ചതിന് ശേഷം തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രമേ കുടിക്കാൻ പറ്റൂ. ഈ ചൂട് കാലത്തൊക്കെ ഇത് കുടിക്കാൻ നല്ലൊരു സുഖമാട്ടോ, നല്ല റിഫ്രഷ്മെൻ്റ് ആണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചൂട് കാലത്തൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂട് കാലമൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്